എന്താണ് പറയാനുള്ളത്? ഫുഡില്ല. പബ്ബിൽ പോയപ്പോ പബ് അടച്ചു, LDF തോറ്റു, എന്തൊക്കെ സംഭവിച്ചു, ഫുൾ സാഡാണ്. ഹലോ, അപ്പോൾ ലാസ്റ്റ് വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയതെന്ന്. സോ ഞങ്ങൾ നേരെ വന്നത് സോഹോ സ്യൂട്ട്സ് എന്ന് പറയുന്നൊരു ഹോട്ടലിലേക്കായിരുന്നു. ബിക്കോസ് ഇന്നത്തെ സ്റ്റേ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല. കിഡിലൻ സ്റ്റേ എന്ന് വെച്ചാൽ കിഡിലൻ സ്റ്റേ. നല്ല അടിപൊളി Airbnb ആണ്. 3 കപ്പിൾസിനൊക്കെ സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള 3 റൂംസ്, എല്ലാം അറ്റാച്ച്ഡ് ആണ്. വലിയൊരു ഹോള്, ഡൈനിങ് ഏരിയ, കിച്ചൺ, അങ്ങനെ എന്തൊക്കെ വേണോ അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പോരാത്തതിന് ഇതാ ഈ ഒരു അടിപൊളി വ്യൂ. സോ റൂമിൽ ചെന്ന് ഫ്രഷനപ്പായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഈവനിങ് ആയി. നേരെ പോയത് പവലിയൻ മോളിലോട്ടായിരുന്നു. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ മോളിലോട്ട്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ബ്രാൻഡഡ് ഷോപ്സും ഒത്തിരി ഷോപ്പുകളിൽ ഓഫേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് നമ്മളൊരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്ന് ടീ, കോഫി, സ്നാക്സ് ഒക്കെ മാത്രം കിട്ടുന്ന ഒരു ഷോപ്പായിരുന്നു. ബട്ട് നല്ലതായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഈ ചാടിത്തുള്ളി പോകുന്നത് എങ്ങോട്ടേക്കാണെന്ന് അറിയോ? എനി ഗസ്? ഈ ഒരു ഒറ്റ സ്ഥലം മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നടന്ന് നമ്മൾ അവിടെ എത്തി ഗൈസ്. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ഒരു നഗ്ന സത്യം അറിഞ്ഞത്. 12 മണിയാകുമ്പോൾ ട്വിൻ ടവറിലെ ലൈറ്റ് ഓഫ് ചെയ്യും, സ്വാഭാവികം. പിന്നെ അവിടെ കൊണ്ടൊരു ഫോട്ടോഗ്രാഫറുകാരനെ ബാർഗെയിൻ ചെയ്ത് കൂടെ കൂട്ടി. ഇതൊക്കെയായിരുന്നു ആ ഫോട്ടോസ്. പിന്നെ അവിടെ കുറേ നേരം ചുറ്റിത്തിരിഞ്ഞ് നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ക്യാബ് ബുക്ക് ചെയ്ത് നേരെ ചൈന ടൗണിലോട്ട് വിട്ടു. അവിടെ ചെന്നപ്പോഴോ ഇതാണ് അവസ്ഥ. ഒരു നൈറ്റ് ലൈഫും ഇല്ല. കടകളൊക്കെ അടച്ചു, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അടച്ചു. വെറുതെ പട്ടി ചന്തയ്ക്ക് പോയതുപോലെയായി. അങ്ങനെ വിഷമിച്ച് നിന്നപ്പോഴായിരുന്നു ഈ PS 150 എന്ന് പറയുന്നൊരു സ്ഥലം നമ്മൾ ഗൂഗിൾ മാപ്പിൽ കണ്ടത്. ഒന്നും നോക്കിയില്ല, അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. ഇത് ചൈന ടൗണിൽ തന്നെയാണ്. ഭയങ്കര അടിപൊളി പ്ലേസാണ് കേട്ടോ. നമ്മളൊരു ഡോർ തുറന്ന് നേരെ കയറി പോകുമ്പോൾ ഭയങ്കര ഇരുട്ടായിട്ട് 2 സൈഡും ഇടിഞ്ഞു പൊളിഞ്ഞ് ഒരു ഹോണ്ടഡ് പ്ലേസ് പോലെ നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു പ്ലേസ്. ബട്ട് അടിപൊളി റെസ്റ്റോറൻറ്റ് ബാറായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും ഫുഡൊക്കെ തീർന്നു. എങ്കിലും ഒരു ചെറിയ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ചില്ല് ചെയ്തു. അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ഭയങ്കര അടിപൊളി ഫീലായിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങി ഫുഡ് എന്തെങ്കിലും കിട്ടുമെന്ന് തപ്പി ഇറങ്ങിയതാണ്. ഒരു രക്ഷയില്ല ഗൈസ്. രാത്രി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡൊന്നും കിട്ടില്ല എന്നിപ്പോൾ മനസ്സിലായി. അങ്ങനെ കുറേ നേരം ആ സ്ട്രീറ്റിൽ കറങ്ങി നടന്നപ്പോൾ നമുക്ക് 7-Eleven കിട്ടി. അവിടെ നിന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ച് ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്ത് റൂമിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.